ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്തെ അതിലെ ചില വാചകങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി ചെല്ലാറുണ്ടല്ലേ. ഈ അടുത്ത് ഞാൻ വായിച്ചിട്ടുള്ള ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കോട്സ് ഉണ്ട്. മനസ്സ് പരിഭവപ്പെടുമ്പോൾ അതിൻ്റെ വിപരീതം പ്രവർത്തിക്കുക, അഥവാ നന്ദി പ്രകാശിപ്പിക്കുക. ഉള്ളിൽ വെറുപ്പ് തോന്നുന്നതിനോട് സ്നേഹം തോന്നാൻ മാത്രം അതിനെ വർണ്ണിക്കുക. നന്ദി നടിക്കുക എന്നതും ദൈവത്തിൻ്റെ സ്നേഹം നേടാനുള്ളൊരു വഴിയാകുന്നു. ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാട്ടോ. രണ്ടുപേര് തമ്മിൽ വാക്ക് ഫൈറ്റിൽ ഏർപ്പെടുകയെന്ന് വിചാരിക്കുക. ഒരാൾ മിതമായിട്ട് സംസാരിക്കുന്നയാളും ഓപ്പോസിറ്റിലെയാൾ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഈ വെട്ടി തുറന്ന് സംസാരിക്കുന്ന ആളുണ്ടല്ലോ, എല്ലാം പറഞ്ഞതിന് ശേഷം അയാൾക്ക് വായി തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും ചിലപ്പം ഓപ്പോസിറ്റിലെ ആൾ. മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ 2 ദിവസമൊക്കെ മിണ്ടാണ്ട് നിൽക്കും. അപ്പോൾ ഇത്തരം ഈ വെട്ടി തുറന്ന് സംസാരിക്കുന്ന ഇത്തരം ടൈപ്പ് ആളുകൾ പറയും, ഞാൻ എൻ്റെ മനസ്സിലൊന്നുമില്ല, പറയാനുള്ളതെല്ലാം ഞാൻ മുഖത്ത് നോക്കി പറയും, എൻ്റെ മനസ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ. പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഓപ്പോസിറ്റിലെ ആൾ അതെങ്ങനെയാണ് അടുത്തിട്ടുള്ളത് എന്നുള്ളത്. പഴമക്കാർ പറയാറുണ്ട്, വാവിട്ട വാക്കും കൈവിട്ട കല്ലും ഒരുപോലെയാണ്, തിരിച്ചെടുക്കാൻ പറ്റൂല എന്ന്. അതുപോലെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റിലെ ആൾ ചിലപ്പോൾ ലൈഫ് ലോങ് അയാളുടെ മനസ്സിലുണ്ടാകും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലുമൊക്കെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങളിലേക്ക് ഏർപ്പെടുന്ന സമയത്തെ സൂക്ഷിച്ച് സംസാരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അത് എത്രത്തോളം ഹേർട്ട് ചെയ്യുമെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറം ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.